السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا قام من الليل كبر ثم يقول سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله إلا غيرك ثم يقول لا إله إلا الله ثلاثا ثم يقول الله أكبر كبيرا ثلاثا أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. رواه أبو داود وابن ماجه والنسائي وأحمد رحمة الله عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം ജീവിതത്തിൽ ഏറെ തിരക്കുകളുള്ള ആളുകളാണ്. ഒന്നിനും സമയമില്ല, ഇരിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല. ഒരു വേള നിസ്കരിക്കാൻ പോലും സമയമില്ലാത്ത ഓട്ടാണ്. ആ ജീവിതത്തിനിടയിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞിരുന്ന് റബ്ബിന്റെ മുൻപിൽ തനിച്ചിരുന്ന് മനം പൊട്ടി ഇരക്കുന്ന ആളുകൾ വളരെ കുറച്ചുണ്ട്. അവരുടെ പേരാണ് മുത്തഖീങ്ങൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 51-ാമത്തെ സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെയും 18-ാമത്തെയും ആയത്തിൽ അത്തരം മുത്തഖീങ്ങളായ ആളുകളുടെ സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നത് ആനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ വളരെ കുറച്ചു മാത്രം ഉറങ്ങുന്ന ആൾക്കാരാണ്. വബിൽ അസ്ഹാരി സുഹൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചോദിക്കുകയാണ് സഹാബിമാരിൽപ്പെട്ട ചില ആൾക്കാർ, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ദിവസത്തിൽ ഏറ്റവും നല്ല ടൈം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഇരുളാണ്, ഉള്ളാണ്, ആരുമില്ല, സുന്ദരമായി ലോകം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭമാണ് ഏറ്റവും നല്ല സന്ദർഭം. അതിന്റെ മഹത്വം എന്താ, അളീമത്ത് എന്താ, ഫളലെന്താ? റബ്ബ് സുബ്ഹാനഹു വ തആല ഇറങ്ങി ഇങ്ങനെ വരും ഒന്നാനാകാശത്ത്. എന്നിട്ട് ഓരോ അടിമകളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ ചോദിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഇപ്പോ ദുആ ചെയ്തോ, ഞാൻ ആ ദുആയ്ക്ക് ഉത്തരം നൽകാം. ഇപ്പോൾ ആർക്കെങ്കിലും എന്നോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടി തേടാനുണ്ടോ? തേടിക്കോളൂ, ഞാനത് പുറത്തു തരാം എന്ന് ദിനംപ്രതി വന്ന് പറയുന്ന സന്ദർഭമാണത്രേ അത്. ആ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ വഹും യസ്തഗ്ഫിറൂന, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. അതിന്റെ പേരാണ് തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ. ഒന്നിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ വിത്ർ, റമളാനിലാണെങ്കിൽ തറാവിയഹ്. ഏത് നിസ്കാരമായിരുന്നാലും അതിന് ഒറ്റ രൂപമേ ഉള്ളൂ. ഐഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1147-ാമത്തെയും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 738-ാമത്തെയും ഹദീസ് നമ്പറായിട്ട് പറയുക, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാകട്ടെ അതല്ലാത്തപ്പോഴാകട്ടെ അധികരിപ്പിക്കാറില്ല രാത്രി നിസ്കാരം. അലാ 11 റക്അഅത്തൻ, 11 റക്അഅത്തിൽ കൂടുതൽ. 11 റക്അഅത്താണ് അതിന്റെ അളവും തോതുമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരാൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ശീലിച്ചു വരുന്ന ഒരാള്, പക്ഷേ വീട്ടിലെന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ല കല്യാണോ അതല്ലെങ്കിൽ മറ്റു പറമ്പ് കയറലോ അല്ലെങ്കിൽ തെങ്ങ് കയറ്റോ ഒക്കെ ഉണ്ടായി, അന്ന് അയാൾ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിച്ചു. ഇത് നിസ്കരിക്കുന്ന ആളാ, അലാറം പോലും വെക്കാതെ. പക്ഷെ അന്നാണ് ഉറങ്ങി അവൾ പോയി. പിന്നെ അറിയുന്ന എപ്പോഴാ? സുബീന്റെ സമയത്താണ്. വേഗം ചാടി എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് അപ്പോഴത്തേക്ക് സമയം തീർന്നില്ലേ? ഇനി എന്താ ചെയ്യുക? തഹജ്ജുദ് നഷ്ടപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം രേഖപ്പെടുന്ന ഹദീസിൽ കാണാൻ പറ്റും, അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ആ ഒറ്റയായി നിസ്കരിക്കുന്ന ശീലം ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് അത് പകൽ നിസ്കരിക്കുമ്പോൾ ഇരട്ടിയിലാക്കും. ഒരാൾ 3 റക്അത്ത് കൃത്യമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്തായിട്ട് 4 അവസാനിപ്പിക്കും. 5 ആണെങ്കിൽ അത് 6 അവസാനിപ്പിക്കും. അങ്ങനെ ഇരട്ടയിൽ അവസാനിപ്പിക്കും. എങ്ങനെ? രാത്രി നഷ്ടപ്പെട്ടു പോയ തഹജ്ജുദ് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ന് കാണാൻ പറ്റും. എന്നാൽ ഇനി ആ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ
അല്ലെങ്കിൽ വിത്തർ തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന ഒരു രൂപമാണ് ഈ ഹദീസിലുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി, നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റാൽ കബ്ബറ, അത് നിസ്കാരത്തിന്റെ ഷർത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുക. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ സുമ്മ യഖൂലു, പിന്നെ അദ്ദേഹം പറയും, നമ്മൾ സാധാരണ വജ്ഹത്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബഅദ് ബൈനി പറയാറുണ്ട്. മൂന്നാമത്തെ ഒരു സനാ, ദുആയിൽപ്പെട്ട ഒന്ന് അല്ലാഹുമ്മ ബഅദ് ബൈനി മാത്രമാണ്, വജ്ഹത്തു ദുആയല്ല. അതതിന്റെ സനാ എന്ന് പറയാം, അള്ളാഹുവിനെ പുകഴ്ത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്. മറ്റൊരു സനായിൽപ്പെട്ടതാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഇല്ലാ ഗൈറുക എന്ന ഒരു ദുആ, ഒരു സനാ. ثم يقول لا اله الا الله ثلاثا, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ മാറി പറഞ്ഞാൽ മതി. വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഇല്ലാ ഗൈറുക. ശേഷം റസൂൽ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ثلاثا, മൂന്ന് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ثم يقول അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ എന്ന് മൂന്ന് പ്രാവശ്യം പറയും. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിന്റെ ഇടയിൽ അസ്സമീഉൽ അലീം, എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ ഹമസിഹി, അവന്റെ ദുർബോധനത്തിൽ നിന്ന്, വനഫ്സിഹി, അവന്റെ ദുർമന്ത്രണത്തിൽ നിന്ന്, വനഫ്ഖിഹി, അവന്റെ ഊത്തിൽ നിന്ന് എന്നൊക്കെ ഉള്ള അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ, ലഫ്ളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സുമ്മ യഖറു, പിന്നീടാണ് സൂറത്തുൽ ഫാത്തിഹയും മറ്റു സൂറത്തുകൾക്കും ഓതുക. സാധാരണ നമുക്കറിയാലോ, അവസാനിപ്പിക്കുമ്പോൾ മൂന്നാമത്തേതിലെ ആദ്യത്തേതിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, പിന്നെയുള്ളതിൽ സൂറത്തുൽ കാഫിറൂൻ, അവസാനത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഇങ്ങനെ അവസാനിപ്പിക്കുന്ന പതിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം. അപ്പൊ അതും സാന്ദർഭികമായി ഉറക്കത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളും ഔറാദുകളും നിസ്കാരങ്ങളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ ഒരു വീഴ്ചയും വരുത്താതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുകയും ആ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത കൈവരിക്കുവാൻ ആവശ്യമായ തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.